എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നാമൊക്കെ കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ഒക്കെ തന്നെ വിവിധ സ്ഥലങ്ങൾ വിനോദസഞ്ചാരത്തിനൊക്കെ വേണ്ടി പോകാറുണ്ട്, സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോകാറുണ്ട്. അവിടെയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുപോകാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആശ്രയിക്കുന്നത് ഹോട്ടലുകളെയാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം മികച്ച ഭക്ഷണമാണ് എന്നുള്ള ധാരണയിലാണ് നാം കഴിക്കുന്നത്. എന്നാൽ ആ കഴിച്ച ഭക്ഷണം നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് മാറ്റപ്പെടുന്ന വാർത്തകൾ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷവർമ്മ കഴിച്ച് മരിച്ചതായിട്ടുള്ള സംഭവങ്ങൾ, ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണം കഴിച്ച് ജീവൻ പോയ സംഭവങ്ങൾ, ചാലക്കുടി പട്ടണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതായത് ഭക്ഷണത്തിൽ നിന്ന് തന്നെ നേരിട്ട് പുഴുവിനെ കണ്ടെത്തിയ സംഭവങ്ങൾ, എത്രയോ സംഭവങ്ങൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുക്കപ്പെട്ട എത്രയോ ഹോട്ടലുകൾ. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പിടിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇത് അനശ്വതമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു നടുക്കുന്ന ഒരു സംഭവം. ആ കുട്ടിക്ക് വേറെ ജീവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും ഇത് ഭയാനകമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് പോയി. മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് അവർ എറണാകുളത്ത് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോയി. അതിനുശേഷം അവിടെ എറണാകുളത്തുള്ള റിയൽ അറേബ്യ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുകയും, എന്നാൽ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ മൂന്ന് കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ സുഹൃത്തുക്കൾ അവിടെ തന്നെയുള്ള ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിക്കുകയും മരുന്ന് കഴിച്ചു പോരുകയും, എന്നാൽ തുടർന്ന് ഛർദിൽ അതുപോലെ തന്നെ ലൂസ് മോഷൻ തുടങ്ങിയ സംഗതികൾ ഉണ്ടാവുകയും അതിൽ ആ സുഹൃത്തുക്കളിൽ ഒരാൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയും അവർ കറൂറ്റിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ഐസിയുയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് ആ ഹോസ്പിറ്റലിൽ നിന്നും ആലുവയിലുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റപ്പെടുകയും ഇപ്പോഴും ആരോഗ്യസ്ഥിതി അല്പം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് രണ്ട് സുഹൃത്തുക്കൾ അവർ കൊടകരയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ചികിത്സയുടെ ഭാഗമായിട്ട് അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. പുതുക്കാട് ചെങ്ങാലൂരുള്ള ജിക്സൺ ആൽബിൻ, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിലുള്ള ഒരു സുഹൃത്ത്, ഇവർ മൂന്ന് പേരും കൂടി ഒരുമിച്ചാണ് എറണാകുളത്ത് കാണാൻ പോവുകയും അവിടെ നിന്ന് ഈ ഭക്ഷണം കഴിക്കാനായിട്ട് ഈ റിയൽ അറേബ്യ എന്ന് പറയുന്ന ഹോട്ടലിൽ ചെല്ലുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ജൂൺ 16 ഈ സംഭവം നടക്കുന്നത്. ഈ വിഷയം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആലുവയിലുള്ള ഹോസ്പിറ്റൽ അധികൃതർ അറിയിക്കുകയും തുടർന്ന് കോർപ്പറേഷനിലെ ഹെൽത്ത് വിഭാഗം ഈ ഹോട്ടലിൽ ചെല്ലുകയും ആ ഹോട്ടലിനോട് ഇനിയൊരു റിപ്പോർട്ട് കിട്ടുന്നത് വരെ ഹോട്ടൽ അടയ്ക്കാനുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഹോട്ടൽ ഉടമകൾ ഇത് മെയിൻ്റെനൻസ് വർക്കാന്ന് പറഞ്ഞ് ഹോട്ടൽ അടച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വളരെ ഗുരുതരമായ സംഭവമാണ്. ആലുവയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന സുഹൃത്ത് അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. എന്തെങ്കിലും സംഭവിച്ചിരുന്നു ആരാണ് ഉത്തരവാദിത്തം പറയാം? ഈ ഹോട്ടൽ ഉടമകൾ, ഹോട്ടലുകൾ. നിങ്ങൾ കൊടുക്കുന്നത് അന്നമാണ്, നിങ്ങൾ വിളമ്പുന്നത് അന്നമാണ്. അന്നം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിത സംസ്കാരമാണ്. നിങ്ങൾ ഇങ്ങനെ ചതി ചെയ്യരുത്. ജീവിതം ഹോമിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിലും അന്നം കൊടുക്കുമ്പോൾ നമ്മൾ വിഷം വിളമ്പുന്നത് എന്തിനാണ്? വിഷം എന്ന് പറഞ്ഞാൽ ഫുഡ് പോയ്സൺ. തീർച്ചയായിട്ടും ഹോട്ടൽ ഉടമകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അപാകത മൂലം ജീവൻ നഷ്ടപ്പെടുന്നത് അത് ഓരോ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇത്രയും വളർത്തി വലുതാക്കി ഓരോ യുവാക്കളും നഷ്ടപ്പെടുന്നത് കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം, നാടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഈ അന്നം വിളമ്പുക, അന്നം കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു സംസ്കാരമായിട്ട് കാണേണ്ട നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ഈ അന്നത്തിലൂടെ ഇത്തരത്തിലുള്ള ഫുഡ് പോയ്സണുകൾ കലർന്ന് ഈ ജീവിതം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തുന്നത്? ഈ മൂന്ന് സുഹൃത്തുക്കൾക്കും വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിരിക്കുകയായിരുന്നു. ഛർദിയും ലൂസ് മോഷനും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭക്ഷണം ലൂസ് മോഷന് പോവാ, ഇങ്ങനത്തെ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇതിൽ ഈ ചെങ്ങാലൂരുള്ള രണ്ട് സുഹൃത്തുക്കൾ, അതിൽ ചെങ്ങാലൂരുള്ള ഒരു സുഹൃത്ത് കൊടകരയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിക്കപ്പെട്ടത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളോടെയും പനിയും ഛർദിയും ഒക്കെയുള്ള ഇതിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. മൂന്ന് സുഹൃത്തുക്കളും അവർ എറണാകുളത്ത് സ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ഈ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാൽ അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് സംവിധാനങ്ങൾ കുറേയും കൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. കൊച്ചിൻ കോർപ്പറേഷനിലെ ഹെൽത്ത് സംവിധാനം കൃത്യമായിട്ട് തന്നെ അതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട ചേലൂർ സ്വദേശിയായിട്ടുള്ള സുഹൃത്ത് ഇപ്പോഴും ആലുവയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും വലിയ ഭീതിയിലാണ്. തങ്ങളുടെ മക്കൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഈ ഏറ്റവും ഭീകരമായിട്ടുള്ള ഈ അവസ്ഥ ഇത് വരുത്തി വെച്ചത് ആ ഭക്ഷണമാണ്. നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും ആളുകൾ വന്ന് ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവർ തരുന്നത് ഈ ഫുഡ് പോയ്സൺ ആണെന്നുള്ളത് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇനി അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവ് ഈ സ്വകാര്യ ആശുപത്രികളിലൊക്കെ എത്ര ലക്ഷം രൂപ ചിലവായിട്ടുണ്ടാവും? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ ഈ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ആ പേഷ്യന്റിന് അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ആരാണ് കൊടുക്കുക? ആരാണ് ഇതിന് ഉത്തരവാദിത്തം പറയുക? ആരാണ് സാധാരണക്കാരായ ആളുകൾക്ക് ഈ ചികിത്സാ ചെലവുകളൊക്കെ സാധിക്കുമോ? അതുകൊണ്ട് അതിഗുരുതരമായിട്ടുള്ള ഭീകരമായൊരു അവസ്ഥയാണ് നമ്മുടെ ഈ ഭക്ഷ്യ സംസ്കാരത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാനായിട്ട് പേടിയാകുന്ന സ്ഥിതി. ഭക്ഷണശാലകൾ കാണുമ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ നെഞ്ചിടിക്കുകയാണ്. കാരണം ഇത് കഴിക്കുന്നത് ഫുഡ് പോയ്സൺ ആണോ എന്ന് അറിയാതെയാണ് കഴിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ ഒറ്റപ്പെട്ടതായി തന്നെ മാറട്ടെ എന്നാണ് പറയാനുള്ളത്. പക്ഷേ ഒറ്റപ്പെട്ടതായിട്ട് മാറുന്നില്ല. അടിക്കടി ഇത്തരം വിഷയങ്ങൾ വരുന്നു. ആ കുട്ടികൾ ജൂൺ 16 ഭക്ഷണം കഴിച്ച കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ ജീവന് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറിയിരുന്നെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദിത്തം പറയുക? ഇപ്പോൾ ഈ എറണാകുളത്ത് പോയി ഈ സുഹൃത്തുക്കൾ ഭക്ഷണം കഴിച്ച ഹോട്ടൽ, ഈ റിയൽ അറേബ്യ എന്ന് പറയുന്ന ഈ ഹോട്ടൽ, ആ ഹോട്ടൽ നിങ്ങൾ ഗൂഗിളിൽ അവരെ റിവ്യൂ പരിശോധിച്ച് നോക്കുക. അതിൽ പലരും എഴുതിയിട്ടുണ്ട് ഇതുപോലത്തുള്ള അനുഭവങ്ങൾ. എന്തുകൊണ്ടാണ് ഈ ഹോട്ടൽ അത് ശ്രദ്ധിക്കപ്പെടാതിരുന്നത്? എൻ്റെ പേര് ജിക്സൺ. ഞാൻ അങ്കമാലിയിൽ വർക്ക് ചെയ്യണം. ഞങ്ങൾ ബ്രോഡ്വേക്ക് പോകാൻ വേണ്ടിയിട്ട് 16 ഡേറ്റ് വരുന്നത്. 16 വൈകിട്ട് ബ്രോഡ്വേ പോയതാ. അത് കഴിഞ്ഞ് അവിടെ ഉള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞങ്ങൾ ഈ റിയൽ അറേബ്യ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി. എവിടെയാണ് റിയൽ അറേബ്യ ഹോട്ടൽ? എവിടെയാണ്?
അത് ഈ കടവന്തറ തന്നെയാണ് പ്രോപ്പർ ലൊക്കേഷൻ, അറിയില്ല. ഫ്രണ്ടിൻ്റെ ബേസിൽ പോയതാ. അവിടെ ചെന്ന് ഫുഡ് കഴിച്ച് അന്ന് പുലർച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ കൂടുതലുള്ള കുട്ടിക്ക് വയ്യാണ്ടായി. ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ഫുഡ് കഴിച്ചതാ. ആൾക്ക് വയ്യാണ്ടായി, വയറുവേദനയായിട്ട് അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി. ആൾക്ക് വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനും ട്രിപ്പ് ഇട്ടിട്ട് കിടത്തി രാവിലെ ഏൽപ്പിക്കാൻ ആൾ നോക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ ആൾക്ക് പനി തുടങ്ങി. അങ്കമാലിയിലുള്ള ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എനിക്കും വയ്യാണ്ടായി, കൂടെ അന്ന് കഴിച്ച മറ്റു കുട്ടിക്കും വയ്യാണ്ടായി. ഞങ്ങൾ 3 പേരും കൂടെ അഡ്മിറ്റ് ആയി. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പോൾ അവർ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫാമിലിക്ക് എല്ലാവർക്കും അവിടെ വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂർക്ക് മാറാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് എഴുതി മേടിച്ച് പോരാൻ നിൽക്കുന്ന നേരത്തെ ഈ കുട്ടിക്ക് വീണ്ടും വയ്യാണ്ടായി. ഞങ്ങൾ രണ്ടാളും മരുന്നിടുമ്പോൾ കുറയും, അങ്ങനെയുള്ളൊരു രീതിയിൽ നിന്നായിരുന്നത്. അത് കഴിഞ്ഞ് വയ്യാണ്ടായപ്പോൾ ഈ കുട്ടീനെയും കൊണ്ട് അപ്പോളോയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആയി. ആളുടെ വീട്ടുകാരെ അറിയിച്ച് വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അപ്പോളോയിൽ കൊണ്ടുവന്ന് ചേർത്തിക്കോളാൻ പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി കാണിച്ച് ഞങ്ങൾ പുതുക്കാട് ഹോസ്പിറ്റലിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് മറ്റു കുട്ടിക്കും അന്ന് രാത്രി കോണ്ടാക്ട് ചെയ്തപ്പോൾ തന്നെ ICUയിൽ കയറ്റിയെന്ന് പറഞ്ഞു. അപ്പോളോയിൽ ICUയിൽ കയറ്റി. ഞങ്ങൾ രണ്ടാളന്ന് ഈ ജനറൽ ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇട്ട് കിടന്ന് 18-ാം തീയതി പുതുക്കാട് ആശുപത്രിയിൽ നിന്ന് ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും ഡിസ്ചാർജ് മേടിച്ച് വീട്ടിൽ കൊണ്ടു. അവർ പറഞ്ഞു ഇവിടെ കിടന്നിട്ട് കാര്യമില്ല, എന്തായാലും 3-4 ദിവസത്തെ ഫുഡ് ഇൻഫെക്ഷനാണ്. ബ്ലഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതിൽ നല്ല വേരിയേഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫുഡ് ഇൻഫെക്ഷനാണ്, എന്തായാലും 4-5 ദിവസത്തേക്ക് ഇങ്ങനെ തന്നെയാവും. വയറുവേദനയും വയറ്റിന്ന് പോക്കും പനിയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. മരുന്ന് തന്ന് വീട്ടിലേക്ക് വിട്ടു. അത് കഴിഞ്ഞ് രാത്രി ഇപ്പോഴാണ് ഈ കുട്ടിയുടെ കാര്യം ഗുരുതരാന്ന് പറയുന്നത്. ആൾക്ക് വയറ് വീർത്ത് മുട്ടി, കുടലിൽ ഭയങ്കര എന്തൊക്കെയോ പ്രശ്നമെന്ന് പറഞ്ഞ് ബാക്ടീരിയ നല്ലപോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളോടും കൂടെ അഡ്മിറ്റ് ചെയ്ത് വയറൊക്കെ ഒന്ന് സ്കാൻ ചെയ്തോളാൻ പറഞ്ഞു. അവിടുത്തെ ഡോക്ടർ തന്നെ പറഞ്ഞിട്ട് ഞാനിവിടെ കൊടകരയിൽ അഡ്മിറ്റ് ആയി. ഇവിടെ വന്ന് ഡോക്ടർ നോക്കി എനിക്ക് മരുന്ന് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു, കുറവും കാര്യങ്ങളുണ്ടായിരുന്നു. ആ കുട്ടി എപ്പോഴും ICUയിലും കാര്യങ്ങളും തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് പറ്റാണ്ട് ആ കുട്ടീനെ രാജഗിരി കൊണ്ടുപോയി. രാജഗിരിയിൽ പോയിപ്പോൾ ബാക്ടീരിയ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള മരുന്ന് എടുത്ത് തുടങ്ങിയപ്പോഴാണ് ആളുടെ ബോഡി മരുന്നായിട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങി. അതുവരെ ആൾക്ക് ഗുരുതരം തന്നെയായിരുന്നു. എനിക്ക് ഇവിടെ വന്നെടുത്തപ്പോഴും മരുന്നൊക്കെ ദേഹത്ത് പിടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും വയറുവേദനയും വയറ്റിന്ന് പോക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഓക്കെയാണ്. ആ കുട്ടിക്ക് ഇപ്പം മരുന്നൊക്കെ ഒന്ന് റിയാക്ട് ചെയ്ത് തുടങ്ങി, എന്നാലും ഓക്കെ ആയിട്ടില്ല. ഇപ്പോഴും ഗുരുതരാവസ്ഥ തന്നെയാണ്. നിങ്ങൾ എന്ത് ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചത്? ഞങ്ങൾ ഷവർമ ആദ്യം കഴിച്ചു. അത് കഴിഞ്ഞ് ഷവായി ക്വാർട്ടർ മേടിച്ചിട്ട് അതിൻ്റെ പകുതി 2 ആൾ കഴിച്ചു, ഒരാൾ ഒരു ക്വാർട്ടർ ഫുൾ കഴിച്ചു. വീട് എവിടെ? എൻ്റെ വീട് ചെങ്ങാലൂർ. എൻ്റെ കൂടെ വന്ന ഫ്രണ്ടിൻ്റെ വീടും ചെങ്ങാലൂർ തന്നെയാണ്. ഈ ക്രിട്ടിക്കലായി കിടക്കുന്ന കുട്ടിയുടെ വീട് ഇരിഞ്ഞാലൂടെ. ഇതുമായി ബന്ധപ്പെട്ട് ഹെൽത്തിലേക്ക് എന്തെങ്കിലും റിപ്പോർട്ടോ മറ്റു കാര്യങ്ങളൊക്കെ? ഹോസ്പിറ്റലുകാരുടെ അടുത്ത് കംപ്ലൈൻറ്റിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഹെൽത്തിലേക്ക് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും, ബാക്കി അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞിരുന്നത്. പ്രിയപ്പെട്ട ഹോട്ടൽ ഉടമകളെ, നിങ്ങളെ പരിഹസിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ തകർക്കുവാനല്ല പറയുന്നത്. ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെ തള്ളിവിടരുത്, പ്ലീസ്. നന്ദി, നമസ്കാരം.